Good morning, everybody. പിന്നെ നമുക്ക് പുതിയൊരു നമ്മളെ കോമേഴ്സ് സർവേൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് പോകണം. ഡിപ്പ് ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മളെ ലാസ്റ്റ് പഠിച്ചു. ഇനി നിങ്ങളതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് മറ്റുള്ള ഇതിലുണ്ട്, അത് നിങ്ങൾ ചെയ്തോളാം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഡിപ്പ് ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ എന്താണ് ഈ ഡിപ്പ് എന്നുള്ളത് ആണ് പഠിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ഫിഗർ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ കോമ്പസിൽ നിൽക്കുന്ന ഒരു ഫിഗറാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പിവട്ട് ഉണ്ടായിരിക്കും, ഒരു പോയിന്റഡ് എഡ്ജായിട്ടുള്ള പിവട്ട് ഉണ്ടായിരിക്കും. ആ പിവട്ടിൻ്റെ മേലെയാണ് ഒരു സ്റ്റോൺ ഉണ്ട്, ജ്വൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഗേറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ മേലെയാണ് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് വലുതാക്കി കാണിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നീഡിൽ. ഇനി ഈ നീഡിലിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു കൗണ്ടർ വെയിറ്റ് കാണാം. അത് ഒരു ബ്രാസോ അതർ ദാൻ അയൺ, മറ്റുള്ള മാഗ്നറ്റിക് അട്രാക്ഷൻ ഇല്ലാത്ത മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ബ്രാസിൻ്റെ ഒരു ഇതുണ്ടാവുക. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യകതയാണ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ബിഫോർ മാഗ്നറ്റൈസേഷൻ ഓഫ് ദി നീഡിൽ, നമ്മൾ ഈ നീഡിലിനെ മാഗ്നറ്റൈസേഷൻ കൊടുക്കാത്തതിൻ്റെ മുമ്പ് ഈ നീഡിലിൽ മാഗ്നറ്റൈസേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർത്തേക്കൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യില്ല. ഇത് ആഫ്റ്റർ മാഗ്നറ്റൈസേഷൻ, നമ്മൾ മാഗ്നറ്റൈസേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുക. നമുക്കറിയാലോ, കെട്ടി തൂക്കിയിട്ടാൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന, അങ്ങനെയാണ് നമ്മൾ ആ പ്രതിഭാസം, അതാണ് നടക്കുന്നത്. ഇനി ഈ ഇതിൻ്റെ നോർത്ത് പോള് നോർത്തിലേക്ക് തിരിഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും സൗത്ത് പോളിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി ഇത് എർത്തിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ അട്രാക്ഷൻ നോർത്തിലേക്കായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗറിലൂടെ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇത് നമ്മളെ എർത്താണ്. എർത്തിൽ നമുക്കറിയാം നോർത്ത് പോള് സൗത്ത് പോള് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമധ്യരേഖ എന്നൊക്കെ, ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. ഇക്വേറ്റർ ഉണ്ടായിരിക്കും. മറ്റുള്ള രേഖകൾ ഉത്തരധ്രുവ ദക്ഷിണധ്രുവം തമ്മിൽ ജോയിൻ ചെയ്ത രേഖകളുണ്ട്. നമുക്കിവിടെ നോക്കേണ്ടത്, ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിലാണ്. ആക്ച്വലി ഇതിൻ്റെ പൊസിഷൻസ് ആണ് നമ്മൾ എർത്തിൻ്റെ പല ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു പൊസിഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി വരച്ചാണ്. ഇങ്ങനെ ഉണ്ടാവുക. ഇപ്പോൾ ഇക്വേറ്റർ, ഇതിൽ പറയുന്നത് ഈ ഡിപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോർത്തിലേക്ക് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും, സൗത്തിലേക്ക് ഇതിൻ്റെ സൗത്ത് ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമധ്യരേഖയിൽ ഈ മാഗ്നറ്റിക് നീഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പ് 0 ആയിരിക്കും. ഇനി ഇത് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ നോർത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെരിഞ്ഞ് അവസാനം ഇത് 90 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ഡിപ്പ്. എന്ന് വെച്ചാൽ നോർത്ത് അട്രാക്ട് ചെയ്യും. അതിൻ്റെ ഈ തല ഈ നോർത്ത് മാഗ്നറ്റിക് മെറിഡിയനിൽ ഇങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ സൂചി ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന അർത്ഥം. അപ്പം നമ്മുടെ അതേമാതിരി തന്നെ ഇവിടെയും വരിക. ഇതിങ്ങനെ ഇങ്ങോട്ട് സൗത്തിലേക്ക് കൊണ്ടുപോവാണ്, അട്രാക്ട് ചെയ്ത അവസാനം ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രതിഭാസം എന്താ വെച്ചാൽ അത് തമ്മിൽ അട്രാക്ട് ചെയ്യണം. ഇത് നോർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക്
അറിയാം, ഈ ജിയോഗ്രഫിക്കൽ പോൾ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നോർത്തും അട്രാക്ട് ചെയ്യില്ല, പക്ഷെ അത് ജിയോഗ്രഫിക്കൽ പോൾ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തതായിട്ടാണ് കൺസെപ്റ്റ്. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇനി ഇവിടെ ഡിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിപ്പ് എന്ന് പറഞ്ഞാല് ശരിക്ക് ഈ സൂചിയുടെ ചെരുവിനെയാണ് നമ്മൾ ഡിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെരുവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വന്ന് ഇവിടെ ഇക്വേറ്ററിൽ ഇത് നേരായിരിക്കും വെക്കുക, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നേരായിരിക്കും നമ്മളെ കോമ്പസിൽ നിൽക്കുക. പക്ഷെ ഇതിങ്ങനെ ഇങ്ങോട്ട് വന്ന് നമ്മളെ നോർത്ത് പോളിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ഈ സൂചി ഒരു ഭാഗം പൊന്തി ഉയർന്നു വന്ന് നമ്മളെ ഈ ഗ്ലാസ്സിലൊക്കെ മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു കൗണ്ടർ വെയിറ്റ് കൊടുക്കണം. അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെയും പൊന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മളൊരു കൗണ്ടർ വെയിറ്റ് കൊടുക്കും. അപ്പോൾ ആ കൗണ്ടർ വെയിറ്റ് കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. സൂചി ഇപ്പൊ നിങ്ങൾ നോർത്ത് പോൾ പോയിട്ട് സർവേ ചെയ്യുകയാണെങ്കിൽ ആ സാധാരണഗതിയിൽ നമ്മൾ ആ കൗണ്ടർ വെയിറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൂചി ഉയർന്ന് ഇങ്ങനെ മേലേക്ക് നിൽക്കും, നേരെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും, ഒന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന, റൊട്ടേഷൻ നടക്കില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു കൗണ്ടർ വെയിറ്റ് കൊടുക്കും. ആ ഒരു പ്രതിഭാസം അതാണ് നമ്മളിവിടെ ഡിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നോക്കാം. എന്താ കൗണ്ടർ വെയിറ്റ് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, അത് എവിടെയാവാം. അപ്പൊ ഏത് ഭാഗത്തേക്കാണ് ഇത് ഉയർന്നു വെച്ചാൽ, അല്ലെങ്കിൽ സൂചി നേരെ കുത്തനെ നിൽക്കും കോമ്പസ് ബോക്സിൽ. അതിനെയാണ് നമ്മൾ സിംപ്ലി എന്താണ് മാഗ്നറ്റിക് ഡിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കും? ബിഫോർ മാഗ്നറ്റൈസേഷൻ the needle remain in the horizontal position. സാധാരണ ഇതിൽ നമ്മൾ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞു, if it is properly balanced, but after being magnetized it cannot remain in the same position due to the magnetic influence of earth. എർത്തിന്റെ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് കൊണ്ട് അത് തിരിഞ്ഞിരിക്കും നോർത്തേക്ക്. One end of the needle deflects downward towards the magnetic pole. ഇപ്പൊ നോർത്ത് ആണെങ്കിൽ നോർത്തിലേക്ക് തിരിയും, അത് ഡൗൺവാർഡ് ആയിട്ട് ഇരിക്കും. ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, ഭൂമിയുടെ പകുതി ഭാഗം, നോർത്തേൺ ഇക്വേറ്ററിന് പകുതി ഭാഗത്തേക്ക്, അതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ദി നീഡിൽ ഡിഫ്ലക്റ്റഡ് ഡൗൺവാർഡ്, ഞാൻ നേരത്തെ വരച്ചു തന്നത്. ആൻഡ് ഇൻ ദോസ് സദേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിന് താഴത്തേക്കുള്ള സദേൺ ഹെമിസ്ഫിയറിലേക്ക് സൗത്ത് എൻഡ് പോയിന്റ് ഡൗൺവാർഡ്, സൗത്ത് എൻഡ് താഴത്തേക്ക് വരും. ദിസ് ഇൻക്ലിനേഷൻ ഓഫ് ദി നീഡിൽ വിത്ത് ദ ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ് ഡിപ്പ് ഓഫ് ദ നീഡിൽ. ഈ ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതിന്റെ ചെരിവിനെ ആണ് നമ്മൾ ഡിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ഈ ഫിഗറിന് വ്യക്തമാണ്. നോർത്ത് ഭാഗം ചെരിഞ്ഞ് ഇങ്ങോട്ട് ഡൗൺവാർഡ് ആയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ, പകുതി ഭാഗം ഭൂമിയുടെ. ഇവിടുന്ന് നീഡിൽ ചെരിഞ്ഞ് അവസാനം ഇങ്ങനെയാവും വരിക. ഇവിടുന്ന് നീഡിൽ ചെരിഞ്ഞ് നമ്മളെ നോർത്തിലെത്തിയാൽ നേരെ കുത്തനായിരിക്കും വരിക, 90 ഡിഗ്രി. അപ്പൊ 0 to 90 ഡിഗ്രി ആയിരിക്കും അതിന്റെ കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ ഡിപ്പ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ വെയിറ്റ് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന സൂചിനെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ആണ്, കൗണ്ടർ വെയിറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന വെയിറ്റ്. അപ്പൊ ഇതിന്റെ ഉപയോഗം ഇതാണ്. ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലുള്ളത് പഠിക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞാല് ഇതെന്താ, കുറച്ച് ഭാഗങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ടു കീപ്പ് ദ നീഡിൽ ഇൻ ദ ഹൊറിസോണ്ടൽ പൊസിഷൻ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ പ്ലേസിംഗ് ബ്രാസ് സ്ലൈഡിംഗ് വെയിറ്റ് ഓർ ഐഡർ സ്യൂട്ടബിൾ പോയിന്റ് എവർ ഹയർ ആൻഡ് ഓഫ് ദി നീഡിൽ. എവിടെ വെച്ചാൽ അനുസരിച്ചിട്ട് നമ്മൾ ബ്രാസിന്റെ ഒരു കൗണ്ടർ വെയിറ്റ്, അത് ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ചു തന്നു. ഇതാണ് ഈ ഡിപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു കാര്യം അറിയേണ്ടത്, ഇക്വേറ്ററിൽ ഡിപ്പ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആയിരിക്കും. പിന്നെ അത് അങ്ങനെ ഒന്ന് നോർത്തിലെത്തിയാൽ 90 ഡിഗ്രി ആവും. താഴത്തേക്കും സദേൺ ഹെമിസ്ഫിയറിലും അങ്ങനെ തന്നെ നോർത്ത് ഹെമിസ്ഫിയറിലും 90 ഡിഗ്രി ആയിരിക്കും. ഇക്വേറ്ററിൽ അത് 0 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് അടുത്ത ഇതിൽ വരാൻ പോകുന്നത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പഠിക്കാനുണ്ട്. എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. എന്തായാലും ഒന്നുകൂടി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നത്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നോക്കാം. പിന്നെ
ഇതിൽ പറയുന്നതെന്ന് പറയാം, എന്നിട്ട് ഞാൻ മറ്റിലേക്ക് വരാം. ഇൻ സർട്ടൻ പ്ലേസസ് ദ മാഗ്നറ്റിക് മെറീഡിയൻ അറ്റ് എ പ്ലേസ് ഡസ് നോട്ട് കോയിൻസൈഡ് വിത്ത് ദ ട്രൂ മെറീഡിയൻ അറ്റ് ദാറ്റ് പ്ലേസ്. ദ ഹൊറിസോണ്ടൽ ആംഗിൾ വിച്ച് ദ മാഗ്നറ്റിക് മെറീഡിയൻ മേക്ക് വിത്ത് ദ ട്രൂ മെറീഡിയൻ നോൺ ആസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇത് സിമ്പിളായിട്ട് പറയാം, എന്നിട്ട് പറയാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ ട്രൂ നോർത്ത്, അതാണ് നമ്മൾ പറയുന്ന എന്താ പറയുക, ട്രൂ നോർത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രൂ ബിയറിംഗ് എടുക്കുന്ന, അതായത് ജിയോഗ്രഫിക്കൽ നോർത്ത്. പിന്നെ മാഗ്നറ്റിക് മെറിഡിയൻ അല്ലെങ്കിൽ ട്രൂ മെറിഡിയൻ ആണ്, അതിനാണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൺസെപ്റ്റ് കൃത്യമായിട്ട് നോർത്തിലാണെന്നാണ്, പക്ഷെ അത് മാറുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് ട്രൂ ഇതിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക, പോളിലായിരിക്കും. മാഗ്നറ്റിക് മെറിഡിയൻ രണ്ടും, അതായത് ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും ഒരേമാതിരി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡിക്ലിനേഷൻ ഇല്ല. പക്ഷേ നമുക്ക് ഈ മെറിഡിയൻ, അതായത് മാഗ്നറ്റിക് മെറിഡിയൻ മാറുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ചിട്ട് നമ്മളെ ബിയറിങ്ങിന് മാറ്റം വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ എന്താണ് പിന്നെ ഡിക്ലിനേഷൻ എന്ന് പറയും. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്, എന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ട്രൂ നോർത്താണ്. ട്രൂ നോർത്ത് എന്ന് വെച്ചാൽ ട്രൂ മെറിഡിയൻ തന്നെ, അതിൽ കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ്. ഇതാണ് കൃത്യമായിട്ട് വരുന്നത്. ട്രൂ മെറിഡിയൻ എന്ന് വേണം പറയാം, ട്രൂ നോർത്ത് എന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാഗ്നറ്റിക് ഈ പിന്നെ ഭൂമിയുടെ ഈ നോർത്ത് കാലാനുസൃതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെൻഡുലം മാതിരി, നമ്മളിതിൽ പഠിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഈ ട്രൂ മെറിഡിയനിൽ നിന്ന് അത് ഈ മാഗ്നറ്റിക് മെറിഡിയൻ മാറിയിട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇവിടെ ആണെങ്കിൽ പ്രശ്നമല്ല, രണ്ടും ഒരേമാതിരി കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോൾ നമ്മളെ ബിയറിങ്ങിൽ മാറ്റം വരും ഈ എടുക്കുന്നതിൽ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനാണ് അതിനെയാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നോക്കാം, ഈ ഫിഗറിൽ നോക്കാം നമുക്ക്. ഈ ഫിഗറിൽ കാണിക്കുന്നത് മാഗ്നറ്റിക് നോർത്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ ട്രൂ മെറിഡിയനിൽ നിന്ന് ഇങ്ങോട്ട് വ്യതിചലിച്ച് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭാഗം വെസ്റ്റ് ആവും, ഈ ഭാഗം ഈസ്റ്റ് ആയിരിക്കും. നോർത്തോടെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ വരും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ നമ്മൾ വെസ്റ്റ് ഡിക്ലിനേഷൻ എന്ന് പറയും. നേരെ മറിച്ച് ഇങ്ങോട്ടാണെങ്കിലും നമ്മൾ അതിനെ ഈസ്റ്റ് ഡിക്ലിനേഷൻ എന്ന് പറയും. ഇതവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കണ്ടോ, ശരിക്കും ട്രൂ നോർത്ത് ഇവിടെ വരിക, അല്ലെങ്കിൽ ട്രൂ മെറിഡിയൻ ഇവിടെ വരേണ്ടത്. അതിന് പകരം അത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഇതിനെ നമ്മൾ പറയും ഈസ്റ്റ് ഡിക്ലിനേഷൻ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, അപ്പോൾ അതിന് നമ്മൾ വെസ്റ്റ് ഡിക്ലിനേഷൻ എന്ന് പറയും. ഇനി ആക്ച്വലി നമ്മൾ ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആളെ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ട്രൂ ബിയറിംഗ് ഇവിടുന്ന് ആളെ എടുക്കേണ്ടത് ട്രൂ നോർത്ത് നിന്ന്. അപ്പോൾ ശരിക്കും മാഗ്നറ്റിക് നോർത്ത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഈ മാഗ്നറ്റിക് നോർത്താണല്ലോ വേരി ചെയ്യുന്നത്. അപ്പോൾ എന്താ, നമ്മൾ ഇവിടുന്ന് ശരിക്കും ഇവിടുന്നാണ് എടുക്കേണ്ടത്. ട്രൂ ബിയറിംഗ് ഇവിടുന്ന് എടുക്കേണ്ടതിന് പകരം നമ്മൾ ഇവിടുന്നായിരിക്കും എടുത്തുണ്ടാവുക. അപ്പോൾ ഇത് എക്സസ് ആണ്, ഇത് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇതിനാണ് വെസ്റ്റ് ഡിക്ലിനേഷൻ. ഈ വെസ്റ്റ് ഡിക്ലിനേഷൻ വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇവിടെ എക്സസ് ആണ്. ഇനി ഇവിടെ നോക്കും, ഇവിടെ ട്രൂ നോർത്ത് എന്ന് പറഞ്ഞ ഇതാണ്. ശരിക്ക് മാഗ്നറ്റിക് മെറിഡിയൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് നോർത്ത് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. നമ്മൾ എടുത്തുണ്ടാവില്ല ഇവിടുന്നായിരിക്കും. ശരിക്കും ട്രൂ നോർത്ത് ഇവിടെ കിടക്കുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക, ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ടാവുക, ഇവിടെ തൊട്ടിട്ട് ഇതുവരെ വേണ്ട. പക്ഷെ നമ്മൾ എടുത്തത് ഇതായിരിക്കും, മാഗ്നറ്റിക് മെറിഡിയൻ ഇതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്രയും കൂടി കൂട്ടി കൊടുക്കണ്ടേ, എന്നാലല്ലേ ശരിയായ ബിയറിംഗ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈസ്റ്റ് ഡിക്ലിനേഷനിൽ നമ്മൾ ട്രൂ ബിയറിംഗ് കിട്ടാൻ കൂട്ടി കൊടുക്കും. വെസ്റ്റ് ഡിക്ലിനേഷനിൽ നമ്മൾ ട്രൂ ബിയറിംഗ് കൂട്ടാൻ മൈനസ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇതിൽ അറിയാനുള്ള കാര്യം. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്കതിൽ ഒരു ചെറിയ 2-3 കാൽക്കുലേഷനും പിന്നെ ഒരു റൂളൊക്കെ ഉണ്ട്. റൂള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് പഠിച്ചാൽ മതി, അങ്ങനെ റൂളായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അതാ പറഞ്ഞു, യൂസ് പ്ലസ് സൈൻ വെൻ ഡിക്ലിനേഷൻ ഈസ് ഈസ്റ്റ്, യൂസ് മൈനസ് സൈൻ
വെൻ ഡിക്ലിനേഷൻ ഈസ് വെസ്റ്റ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതന്നെ. അതായത് വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ചെയ്ത് കൊടുക്കുക, ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ട്രൂ ബിയറിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. ഇതാണ് അതിൽ ആദ്യത്തെ പറഞ്ഞത്. ഇനി റൂൾ 2 പറഞ്ഞിരിക്കുന്നത് ബിയറിങ്ങിന്റെ കാര്യം. ഇനി നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ ഇസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇവിടെ ട്രൂ ബിയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. 2 ബിയറിംഗ് ഉണ്ട്, ഒന്ന് ട്രൂ ബിയറിംഗ് ഉണ്ട്, 2 മാഗ്നറ്റിക് ബിയറിംഗ് ഉണ്ട്. നമുക്ക് ട്രൂ ബിയറിംഗ് കിട്ടാനാണ് നമ്മൾ ഈ പറഞ്ഞ വെസ്റ്റ് ഡിക്ലിനേഷൻ മൈനസ് ചെയ്യുക, ഈസ്റ്റ് ഡിക്ലിനേഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, കൂട്ടി കൊടുക്കുക. ട്രൂ ബിയറിംഗ്. ഇനി ഇതിനെ നേരെ മറിച്ചും പറയാമല്ലോ. അതായത് ഈ മാഗ്നറ്റിക് മെറിഡിയൻ കിട്ടാൻ നമുക്ക് ട്രൂ അറിയാം, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് ബിയറിംഗ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നേരത്തെ തന്നെ നേരെ റിവേഴ്സ്. എന്താണ്, പ്ലസ് യു സൈൻ വെൻ ദ ഡിക്ലിനേഷൻ ഈസ് വെസ്റ്റ്. നേരത്തെ മൈനസ് ആയിരുന്നു വെസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇപ്പം അത് കൂട്ടി കൊടുക്കണം. നേരത്തെ നേരെ റിവേഴ്സ്, മൈനസ് സൈന് ആണെങ്കിൽ ഈസ്റ്റ് ഡിക്ലിനേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ ഇവിടെ നോക്കിയാൽ അറിയാം, പിന്നെ മാഗ്നറ്റിക് ബിയറിംഗ് കിട്ടണം. ഏതാണ് മാഗ്നറ്റിക് ബിയറിംഗ്? ഇപ്പോൾ ഇതിലേ നോക്കാം. ഈസ്റ്റ് ഡിക്ലിനേഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ബിയറിംഗ് ഇത് മൈനസ് ചെയ്യണം. നേരെ മാത്രം ട്രൂ ബിയറിംഗ് കിട്ടാൻ നമ്മൾ കൂട്ടി കൊടുത്തു, ഇത് മൈനസ്. നേരെ റിവേഴ്സ് ഇവിടെ അങ്ങനെ തന്നെ, ഇത് നമ്മൾ മൈനസ് ചെയ്തു, അതിന് പകരം നമ്മൾ കൂട്ടി കൊടുക്കണം. ഇതാണ് ഇത് മാഗ്നറ്റിക് ബിയറിംഗ് കാണാനുള്ളത്. അപ്പോൾ ഇനി ഇതാണ് അതിൽ 2 റൂള് പറഞ്ഞത്. റൂളിൽ വലിയ കാര്യം നമ്മൾ മാനസികമായിട്ട് നോക്കിയാൽ മതി. പിന്നെ ഇനി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് മെറിഡിയൻ വേരി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വേരിയേഷനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല സൈസുള്ള വേരിയേഷൻസ് ഉണ്ട്. വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ റെഗുലാർ വേരിയേഷൻസ് ഉണ്ട്. ഈ റെഗുലാർ വേരിയേഷൻസിൽ എന്ന് പറഞ്ഞാൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ റെഗുലർ ആയിരിക്കും അതിൻ്റെ വേരിയേഷൻ. ആ റെഗുലാർ വേരിയേഷനിൽ ഒരു 3 ഉണ്ട്. ഒന്ന് സെക്യുലർ വേരിയേഷൻ, 2 ആനുവൽ വേരിയേഷൻ, 2 ഡൈക്യൂർണൽ വേരിയേഷൻ ഓർ ഡെയിലി വേരിയേഷൻ. അപ്പോൾ ഈ സെക്യുലർ വേരിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്യുലർ, ദ മാഗ്നറ്റിക് മെറിഡിയൻ സിങ്സ്. സിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഈ പെൻഡുലം ഉണ്ടല്ലോ ക്ലോക്കിലെ, അതിങ്ങനെ ആടുന്ന മാതിരിയാണ് സിങ് ചെയ്തുകൊണ്ട്. സിങ്സ് ലൈക്ക് എ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് എ പെൻഡുലം. ഇറ്റ് സിങ്സ് ഇൻ വൺ ഡയറക്ഷൻ ഫോർ എ ലോങ് പീരിയഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർത്തുനിന്ന് ഇങ്ങനെ നോർത്തുനിന്ന് ഈസ്റ്റിലേക്ക് കുറേ കാലം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ലോങ് പീരിയഡ്. ഗ്രാജുവലി കംസ്, അത് വീണ്ടും അതേമാതിരി നോർത്തിലേക്ക് തന്നെ ഇങ്ങനെ വരിക. ദെൻ അത് റെസ്റ്റ് ചെയ്യും അവിടെ. അപ്പോൾ ശരിക്കും ട്രൂ നോർത്ത് ആയിരിക്കും. ആൻഡ് ദെൻ സിങ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ നോർത്ത് എന്ന് വെച്ചാൽ, ഇവിടുന്ന് ഈ നോർത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോവുക ഒരുപാട് കാലം. എന്നിട്ട് അത് അവിടുന്ന് ഇങ്ങനെ തന്നെ വന്നിട്ട് ഇങ്ങോട്ട് വരിക, ട്രൂ അല്ലെങ്കിൽ ശരിക്കും ആക്ച്വൽ നോർത്തിലേക്ക് തന്നെ വരിക. പിന്നെ അതിങ്ങനെ ഇങ്ങോട്ട് പോവുക, പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരിക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതിനെ സെക്യുലർ വേരിയേഷൻ ആണ്. ഇനി വരുന്ന ആനുവൽ വേരിയേഷൻ. ഇറ്റ് ഹാസ് എ പീരിയഡ് ഓഫ് 1 year ആൻഡ് ദെർഫോർ ഇറ്റ് നോൺ ആസ് ആനുവൽ വേരിയേഷൻ. ഒരു വർഷത്തിൽ ഇതിന് വരുന്ന വേരിയേഷൻസ് അതങ്ങനെ ഒരു വർഷത്തിൽ ഇങ്ങനെ പോയി ഇങ്ങോട്ട് പോവുക, അത് വീണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വരിക. അങ്ങനെ വരുന്ന ഒരു കേസ്. ദ എമൗണ്ട് ഓഫ് വേരിയേഷൻ ഇൻ ഡിഫിക്കൽട്ട് പ്ലേസസ് 0 to ±12 മിനിറ്റ്. അതായത് 12 മിനിറ്റ് വരെ ഒരു വർഷത്തിൽ വേരി ചെയ്യാമെന്ന് വെച്ചാൽ ഒരു 12 മിനിറ്റ് ഒരു വർഷത്തിൽ മാറിക്കൊണ്ടിരിക്കുക. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് എനി പ്ലേസ്. പക്ഷെ അതെന്താ, ഒരു വർഷത്തിലായതുകൊണ്ട് അതങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അതിങ്ങനെ പല സ്ഥലത്തും പല മാതിരി ആയിരിക്കും. അപ്പോൾ 12 മിനിറ്റ് വരെ ആനുവൽ വേരിയേഷൻ, അത് വർഷത്തിലൊരിക്കലുള്ള വേരിയേഷൻ വരാം. അടുത്ത് ആനുവൽ വേരിയേഷൻ അല്ല, ഡെയിലി വേരിയേഷൻ. ഒരു ദിവസത്തിൽ വരുന്ന മാറ്റം, അതും 12 മിനിറ്റ് വരെ വരാം. ഒരു ദിവസം നമ്മൾ ആക്ച്വലി ആ നോർത്തിലായിരിക്കില്ല, അത് 12 മിനിറ്റ് വരെ വേരി ചെയ്തിട്ട് ഈസ്റ്റ് വെസ്റ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എവിടെയാണെന്നുള്ളതും ഡിഫറെൻറ്റ് പ്ലേസസ് ആയിരിക്കും, വേരി ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് പ്ലേസസിൽ വരും. ദെൻ 12 മിനിറ്റ് വരെ, രണ്ടും 12 മിനിറ്റ് ആണ് പറയുന്നത്.
ഇനി ഇതിപ്പോൾ റെഗുലർ വേരിയേഷൻസ് ആണ് ഞാൻ ഈ മൂന്നെണ്ണം പറഞ്ഞ ഇറഗുലർ വേരിയേഷൻസ്. അത് റെഗുലർ ആണ്, ഒരു വർഷത്തിൽ ഇത്ര, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകാൻ റെഗുലാരിറ്റി ഉണ്ട്. ഇത് ഇനി ഇറഗുലർ വേരിയേഷൻസ് ഉണ്ട്, അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പോൾ ദീസ് ആർ ഒക്കേർഡ് ബൈ മാഗ്നറ്റിക് സ്റ്റോംസ്, അതായത് ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് സ്റ്റോം എന്ന് പറഞ്ഞാൽ കാറ്റൊക്കെയാണ് പറയുന്നത്. ഈ സ്റ്റോം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എർത്ത് കേക്ക്, ഭൂമി കുലുക്കം, പിന്നെ അഗ്നിപർവ്വതം, വോൾക്കാനിക് എറപ്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ എമൗണ്ട് മേ ബി, അത് പറഞ്ഞൊരു അതിന്റെ ഡിഗ്രി വേരിയേഷൻ വരുന്നത് 1 ഡിഗ്രി മുതൽ 2 ഡിഗ്രി വരെ വരാനാണ്. അപ്പോൾ ഇറ്റ് മേ ഒക്കേർഡ്, അതും പ്രത്യേകിച്ച് ഒരു റെഗുലർ വേരിയേഷൻസ് എന്ന് പറയാനല്ലോ. ഇപ്പൊ പെട്ടെന്ന് ചില സമയത്ത് ചില ഭാഗത്ത് എർത്ത് കേക്ക് ഉണ്ടാവും, അപ്പോൾ ഈ നോർത്ത് മാറിയിട്ടുണ്ടായിരിക്കും. അതായത് പിന്നെ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവും, അപ്പോൾ നോർത്ത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇറഗുലർ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള റെഗുലർ ആൻഡ് ഇറഗുലർ വേരിയേഷൻസ് മാഗ്നറ്റിക് നോർത്ത്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കുറച്ച് പ്രോബ്ലംസ്, അതൊന്ന് നോക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതിൽ മാഗ്നറ്റിക് പിന്നെ ട്രൂ ബെയറിംഗ് കാണാൻ പറയും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ബെയറിംഗ് കാണാൻ പറയും. ഇതായിരിക്കും ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം ഞാൻ 1-2 പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ നോക്കാം. ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ 197 ഡിഗ്രി, ഫൈൻഡ് ദ ട്രൂ ബെയറിംഗ് ഓഫ് ഇഫ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 3 ഡിഗ്രി വെസ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ ഇതൊന്ന് നോക്കാം എന്തൊക്കെയാ സംഭവം എന്നുള്ളത്. ഒരു ഫിഗർ ഉണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മളെടുത്ത ബെയറിംഗ് 197 ഡിഗ്രി, ഇതാ ഇവിടെ തൊട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. നമുക്ക് കിട്ടിയത് ആക്ച്വലി 197 മാഗ്നറ്റിക് ബെയറിംഗ് 197. അപ്പോൾ ഇതിന്റെ പിന്നെ ഫൈൻഡ് ദ ട്രൂ ബെയറിംഗ് ആണ് പറയാൻ. അപ്പോൾ ഡിക്ലിനേഷൻ പറഞ്ഞിട്ടുണ്ട് 3 ഡിഗ്രി വെസ്റ്റ്. നമുക്കറിയാം വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക്, ഇത് ഈസ്റ്റ് ആയിരിക്കും, ഇത് വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ പിന്നെ എടുത്തുണ്ടാവുക ഈ 3 ഡിഗ്രി ഇങ്ങോട്ടുള്ള മാഗ്നറ്റിക് നോർത്ത് നിന്ന് ആയിരിക്കും എടുത്തുണ്ടാവുക. അതാണ് ഈ 197 ഡിഗ്രി. നമ്മളെ പിന്നെ ശരിക്കുള്ള ട്രൂ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്, ഇവിടെ തൊട്ടിട്ട് പിന്നെ ഇതുവരെയുള്ള ഈ ലൈൻ ഇങ്ങനെ ഉണ്ടാവുക, ഈ ഡോട്ട് ലൈൻ ഇട്ടതാണ്, ഇവിടുന്ന് വരെയുള്ള നമ്മൾ എടുത്തുണ്ടാവുക. അപ്പോൾ ആക്ച്വലി എന്താ ഉണ്ടായിട്ടുണ്ടാവുക, ഇത്രയും നമ്മൾ എക്സസ് ആണ്, കൂടുതലാണ്. ഇവിടുന്ന് എടുക്കേണ്ടതിന് പകരം നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ 3 ഡിഗ്രിയാണ് വെസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ആ 3 ഡിഗ്രി എക്സസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രൂ ബെയറിംഗ് ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ലൈൻ പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ഇവിടെ എന്തായിരിക്കും പ്ലസ് ഓർ മൈനസ്, ഇവിടെ മൈനസ് ആയിരിക്കും, കാരണം ഇവിടെ എക്സസ് ആണ്, നിങ്ങൾക്ക് അറിയാം, ഇവിടെ ട്രൂ നോർത്ത്. അപ്പോൾ അതിന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 197 മൈനസ് 3 ഡിഗ്രി മൈനസ് ചെയ്താൽ 194 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് 37 ഡിഗ്രി നോർത്ത് വെസ്റ്റ്, ഡിക്ലിനേഷൻ നോർത്ത് വെസ്റ്റിക്കാണ്. അതിൻ്റെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 2 ഡിഗ്രി ഈസ്റ്റ്, ഇങ്ങോട്ടാണ്. അപ്പോൾ ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, RB ആണ് പറഞ്ഞിട്ടുണ്ടാവുക, നോർത്ത് വെസ്റ്റ് ഇതിലേക്കാണ് ഉണ്ടാവുക. ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി ഈസ്റ്റ്, അത് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഇതവിടെ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക, ശരിക്കും നമ്മൾ ഇപ്പോൾ സർവീസ് കോമ്പസ് ആണെങ്കിലും നമ്മൾ ട്രൂ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടാവുക ഈ 37 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഡോട്ടഡ് ലൈൻ എടുത്തതിലാവും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. അത് പിന്നെ മാഗ്നറ്റിക് നോർത്താണ്. അപ്പോൾ അത് പിന്നെ ട്രൂ നോർത്തിലേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്ത് നോക്കാം. The magnetic bearing of if the magnetic bearing of the line is north 37 degree west and the magnetic declination to find the true bearing. True bearing ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രൂ ബെയറിംഗ് നമുക്ക് എന്താ നോക്കാം. ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ആണ് ഡിക്ലിനേഷൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോർത്ത് 37 ഡിഗ്രി 2 മിനിറ്റ് ആണ്. ഇതൊന്ന് മൈനസ് ചെയ്യണം, കാരണം അത് പിന്നെ
നമ്മളെ സർവീസ് കോമ്പസ് 35 ഡിഗ്രി വെസ്റ്റ്. അപ്പോൾ നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഇത് RB ആയതുകൊണ്ട് ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ട്രൂ നോർത്ത് ഇത് 2 ഡിഗ്രി ഈസ്റ്റ് വാർഡിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും 37 ഡിഗ്രി എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത്രയും ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് ആക്ച്വലി ഇതാണ്, ഇത്രയും നമ്മളിതൊന്ന് മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും, ട്രൂ ബിയറിംഗ് ആയതുകൊണ്ട്. ഇനി അപ്പോൾ 37 ഡിഗ്രി ഇന്ന് 2 മിനിറ്റ് 35 ഡിഗ്രി നോർത്ത് വെസ്റ്റിലേക്ക് കിട്ടും. ഇനി ഇതിലൊരു എക്സാമ്പിൾ വേറെ ഒന്ന് നോക്കാം നമുക്ക്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ട്രൂ ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ്, ട്രൂ ബിയറിംഗ് തന്നിട്ടുണ്ട് 217 ഡിഗ്രി ആൻഡ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 2 ഡിഗ്രി വെസ്റ്റ്. ഫൈൻഡ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് തരാം കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് കാണാനും രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഏത് ഡിക്ലിനേഷനാണ്? വെസ്റ്റ് ഡിക്ലിനേഷനാണ്. നമ്മൾ ട്രൂ ബിയറിംഗ് കാണാനാണ്, സോറി മാഗ്നറ്റിക് ബിയറിംഗ്, ഫൈൻഡ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് കാണാൻ. അപ്പോൾ ട്രൂ ബിയറിംഗ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും, ഇത് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടി കൊടുക്കേണ്ടി വരും. അതാണ് നമ്മളെ പ്രിൻസിപ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിലൊന്ന് നോക്കാം. ഇതിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 217 ഡിഗ്രിയാണ്. 217 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെ നമ്മളൊരു ലൈനിലേക്ക് എടുത്തത് 217 ഡിഗ്രിയാണ്. 217 ഡിഗ്രി. പക്ഷേ വെസ്റ്റ് ഡിക്ലിനേഷൻ എവിടേക്കാ? ഇങ്ങോട്ടാണ്. എവിടേക്കാ? വെസ്റ്റിക്ക് അല്ലേ പറഞ്ഞാൽ 2 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ശരിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടാവുക പിന്നെ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെയുള്ള ഇതാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഇതിനോടുകൂടി കൂട്ടി കൊടുക്കേണ്ടി വരും. മറക്കരുത്, ട്രൂ ബിയറിംഗ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ട്രൂ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് നമ്മൾ ഇത്രയും കൂടി കൂട്ടി കൊടുക്കണ്ടേ, 2 ഡിഗ്രി. അപ്പോൾ ആക്ച്വലി ഇത് ആഡ് ചെയ്യാണ്ടാവുക 217 പ്ലസ് 2 ഡിഗ്രി, അപ്പോൾ 219 ഡിഗ്രി വരും. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രോബ്ലം. ഇതിപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രൂ ബിയറിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചോദിച്ചതെന്നുള്ളത് നല്ല നോക്കിക്കോണം. അതായത് മാഗ്നറ്റിക് ബിയറിംഗ് ആണോ ട്രൂ ബിയറിംഗ് ആണോ, അല്ലാതെ മാറിപ്പോയാൽ തെറ്റിപ്പോകും. രണ്ടും ഒന്ന് മൈനസ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അപ്പോൾ യൂസ് പ്ലസ് സൈൻ ഡിക്ലിനേഷൻ ഇൻ വെസ്റ്റ്, ഇത് മാഗ്നറ്റിക് ബിയറിംഗ് ആയതുകൊണ്ടാണ് പ്ലസ് കൂട്ടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ 4 പറഞ്ഞിട്ടുണ്ട്. എന്താണ് നോക്കാം. ദ മാഗ്നറ്റിക് ആൻഡ് ട്രൂ ബിയറിംഗ് ഓഫ് എ ലൈൻസ് ആർ 327 ഡിഗ്രി ആൻഡ് 14 മിനിറ്റ്. രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് 327 ഡിഗ്രി 14 മിനിറ്റ്, രണ്ട് 324 ഡിഗ്രി 37 മിനിറ്റ് റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് പ്ലേസസ് ഓഫ് ഒബ്സർവേഷൻ ഇഫ് ദ ആനുവൽ ചേഞ്ച് 3 മിനിറ്റ് വെസ്റ്റ്, വാട്ട് വുഡ് ബി ദ മാഗ്നറ്റിക് ആൻഡ് ട്രൂ bearing of the 4 years since date of above measurement. What would be the magnetic and true bearing ആണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, ഇതിലെന്താ ചോദ്യം എന്നറിയോ? ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ദ മാഗ്നറ്റിക് ആൻഡ് ട്രൂ ബിയറിംഗ് ഓഫ് എ ലൈൻ 327 ആണല്ലോ, ആൻഡ് 320 രണ്ട് ഇത് തന്നിട്ടുണ്ട്, ഡിഗ്രി തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി ഏതാക്രമം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിലൊന്നുമില്ല, 4 വർഷത്തേക്ക്. അപ്പോൾ ആനുവലായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചേഞ്ച് ചെയ്യാൻ 3 ഡിഗ്രി വെച്ചിട്ടാണ്. അപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് ആവില്ല എപ്പോഴും നമുക്ക് കിട്ടുക, ഒരിക്കലും ട്രൂ കിട്ടൂല. കാരണം മാഗ്നറ്റിക് നോർത്ത് എവിടെ വെച്ചാൽ അവിടെ നിന്നാണ് ബിയറിംഗ് കിട്ടുക. അപ്പോൾ മാഗ്നറ്റിക് നോർത്ത് നമുക്ക് തന്നു തന്നെ, അതായത് ട്രൂ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ 327 ആൻഡ് ട്രൂ ബിയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? രണ്ടാമത് ഇത് മാഗ്നറ്റിക് ആണ് 327 ട്രൂ ആണ് 324 37. അപ്പോൾ ആദ്യത്തെ മാഗ്നറ്റിക് ബിയറിംഗ് 327, രണ്ടാമത്തേത് 324. അപ്പോൾ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്നറിയോ? മാഗ്നറ്റിക് ബിയറിംഗിൽ നിന്ന് അല്ലെങ്കിൽ ട്രൂ ബിയറിംഗിൽ നിന്ന് ഇതൊന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഡിക്ലിനേഷൻ. എത്ര വെച്ചാൽ അത്ര. ഇപ്പോൾ
മാഗ്നറ്റിക് 327 ആണ്. അത് മാഗ്നറ്റിക് ആണ്. അതിന് ട്രൂ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഡിക്ലിനേഷൻ. ഇവിടെ സ്പീക്കർ ഉണ്ടോ നോക്കാം. ഉണ്ടാവും. ഇതാണ് സ്പീക്കർ ഒന്ന്. ഇത് മാഗ്നറ്റിക് ബിയറിംഗ്. ഏതാ ലൈന് ഇതാണെങ്കിൽ ഇത്രയും 327 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലൈനിലേക്കുള്ള 327 ഡിഗ്രി. അത് പിന്നെ നമ്മൾ എടുത്തതാണ്. മാഗ്നറ്റിക് നോർത്ത് ആണ് ആക്ച്വലി. ട്രൂ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ടിട്ട് ഇതാണ്. അത് 324 ഡിഗ്രി ആണ് ഇവിടം തൊട്ടിട്ട് ഇതാണ്. അപ്പൊ ഇത്ര ആണ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ മാഗ്നറ്റിക് നോർത്ത് നിന്ന് ട്രൂ ഇങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലിനേഷൻ എത്രയാന്നുള്ളത് കിട്ടി. അത് എത്ര ഉണ്ടാവുക? 2 ഡിഗ്രി 37 മിനിറ്റ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് ഡിക്ലിനേഷൻ. അപ്പൊ ഡിക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? ഡിക്ലിനേഷൻ വെസ്റ്റ് നമുക്ക് കണ്ടുപിടിച്ചു. 2 ഡിഗ്രി പിന്നെ 37 മിനിറ്റ് വെസ്റ്റ് ഡിക്ലിനേഷൻ ആണ്. ഇനി ഇവിടെ വേറെ ചോദ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. 4 ആനുവൽ വേരിയേഷൻ. ആനുവൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വർഷത്തിലുള്ളത്. ഒരു വർഷത്തിൽ അത് 3 മിനിറ്റ് വെസ്റ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ 4 അത് തുടങ്ങിയ മുതൽ 4 വർഷത്തേക്കാണ് പറഞ്ഞത്. അപ്പോൾ എത്ര വരിക? 4 × 3. അപ്പോൾ 12 മിനിറ്റ് വെസ്റ്റിലായിരിക്കും വരിക. അപ്പോൾ ടോട്ടൽ ഡിക്ലിനേഷൻ ആഫ്റ്റർ 4 ഇയർ, 4 വർഷത്തിന് ശേഷം എത്ര ഡിക്ലിനേഷൻ ആണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12 ഡിഗ്രി വെസ്റ്റിലേക്ക് മാറും. പിന്നെ ആയിരിക്കും ഉണ്ടാവുക ടോട്ടൽ ഡിക്ലിനേഷൻ വേരിയേഷൻ 4 വർഷത്തിൽ വരുന്നത്. ഇനി ടോട്ടൽ ഡിക്ലിനേഷൻ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക നോക്കാം നമുക്ക്. ഈ ആദ്യത്തെ 2 ഡിഗ്രി നമ്മൾ പറഞ്ഞ ഡിക്ലിനേഷനും പിന്നെ 4 വർഷത്തല്ലേ പറഞ്ഞത്, അതുകൂടി ഇപ്പോൾ ഈ 12 കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്ര ഉണ്ടാവുക? ഈ 12 മിനിറ്റും 37. അപ്പം 2 ഡിഗ്രി 49 മിനിറ്റ് വെസ്റ്റിലേക്ക് മാറും. ഏത്? ടോട്ടൽ ഡിക്ലിനേഷൻ ആഫ്റ്റർ 4 ഇയർ. ഡിക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് 2 ഡിഗ്രി 37 ആയിരുന്നു ആദ്യം. അങ്ങനത്തെ പിന്നെ അത് മുതലുള്ള 4 വർഷമാണ് പറഞ്ഞത്. അപ്പോൾ 12, 4 3 12, അത് ഇതിനോട് കൂട്ടി കൊടുത്താൽ കിട്ടും. ഇപ്പോൾ ഇത് പിന്നെ ടോട്ടൽ ഡിക്ലിനേഷൻ 4 ഇയറിൻ്റെ പറഞ്ഞത്. ഈ ട്രൂ ബിയറിംഗ് ഓഫ് ആഫ്റ്റർ 4 ഇയർ. ട്രൂ ബിയറിംഗ് അത് നമ്മളെടുത്ത ഈ 324 സെയിം ആസ് എബവ് തന്നെ അത് തന്നെ ആയിരിക്കും വരിക. പിന്നെ മാഗ്നറ്റിക് ബിയറിംഗ് ആഫ്റ്റർ 4 ഇയർ. അപ്പോൾ എന്താ ഉണ്ടാവുക? മാഗ്നറ്റിക് ബിയറിംഗ് ആഫ്റ്റർ 4 ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? ഈ 324 ഡിഗ്രി 37 മിനിറ്റ് പ്ലസ് ഈ 2 ഡിഗ്രി 49. ഇത് ട്രൂ ആണല്ലോ, പിന്നെ സെയിം ആസ് എബവ് ആണല്ലോ. ഇതിനോട് കൂടി ഈ 2 ഡിഗ്രി 49 മിനിറ്റ് കൂട്ടിയാൽ 327 ഡിഗ്രി 26 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. 4 വർഷത്തെ വേരിയേഷൻ, അതുമുതലുള്ള 4 വർഷത്തെ വേരിയേഷൻ നമ്മൾ കൂടി 12 കിട്ടി. ആ 12 ഡിഗ്രി നമ്മൾ 12 മിനിറ്റ്. ആ 12 മിനിറ്റും നമ്മൾ ആദ്യത്തെ ഡിക്ലിനേഷൻ അതിൽ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കൂട്ടിയാൽ ഇത്ര ടോട്ടൽ ഇത്ര വരും. ആ ടോട്ടലിനോട് പിന്നെ കൂടി പിന്നെ നമ്മൾ 324 ഉള്ളത് അറിയാലോ, അതിനോട് കൂടിയാണ് കൂട്ടിയാൽ മൊത്തം 327 ഡിഗ്രി 26 മിനിറ്റ് കിട്ടും. ഇനിയും എക്സാമ്പിളുകൾ ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതൊന്ന് പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ചെയ്യുന്നതായിരിക്കും. ഒക്കെ സിമ്പിൾ എക്സാമ്പിളുകളാണ്. ഇതേമാതിരി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സണ്ണിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക. എന്താണ്? ഫൈൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഇഫ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി സൺ അറ്റ് നൂൺ ഈസ് 155 ഡിഗ്രി 354 ഡിഗ്രി. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതാണ് ഫിഗർ. ഞാൻ ഫിഗർ വെച്ചിട്ടൊന്ന് പെട്ടെന്ന് പറയാം, നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ന്യൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സണ്ണ് നിൽക്കുന്നത് ശരിക്ക് നമ്മളെ നേരെ നോർത്ത് ഡയറക്ഷനിൽ നിൽക്കുന്ന ന്യൂൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കണ്ടീഷനിലായിരിക്കും സണ്ണ്. അപ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ സണ്ണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിന് നേരെ ഈ ഡയറക്ഷനിലായിരിക്കും. എന്നുവെച്ചാൽ സൂര്യൻ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിലായിരിക്കും നിൽക്കേണ്ടത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 185 ഡിഗ്രിയാണ്. അപ്പോൾ
ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ ശരിക്കും നിൽക്കേണ്ട സൂര്യൻ നിൽക്കുന്നത് 155 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഇങ്ങോട്ട് കുറച്ച് കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പത്തെ അവിടെ ഒരു ഡിക്ലിനേഷൻ ഉണ്ട്. ആ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 5 ഡിഗ്രി ആയിരിക്കും. 450 അല്ലേ? അപ്പോൾ ഈ വെസ്റ്റ് ഡിക്ലിനേഷൻ 5 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരെ. ഇതാണ് ആദ്യത്തെ ഈ 185 ഡിഗ്രിയിൽ പറയുന്ന വേരിയേഷൻ. അപ്പോൾ അത് നോക്കാം, പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഞാൻ പിന്നെ നോക്കാം. അതിലിങ്ങനെ 5 ഡിഗ്രി ആയിരിക്കും ഇവിടെ വേരിയേഷൻ. ഇനി സൂര്യൻ നിൽക്കുന്നത് പറഞ്ഞത് എത്ര? 354 ഡിഗ്രി. സൂര്യൻ വന്നിട്ട് ശരിക്ക് ഇതിന്റെ നോർത്തിൽ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ എത്ര ഉണ്ടാവുക? 180 150 എത്ര വരേണ്ടത്? 360 ഡിഗ്രിയിൽ നിൽക്കണം. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ 354ആണുള്ളത്. അപ്പോൾ 354 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? 360 നമ്മൾ 354ലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 6 ഡിഗ്രി ഇങ്ങോട്ട് ഈസ്റ്റ് ഡിക്ലിനേഷൻ വരേണ്ടതാണ്. ഇവിടെ എന്താ നോക്കതാ, 6 ഡിഗ്രി ഇങ്ങോട്ട് കൂടുതൽ വന്നു. ശരിക്ക് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ 360 നിൽക്കേണ്ട ഇതിൽ 354. അപ്പോൾ ഇവിടെ തൊട്ടിട്ടാണ് നമ്മൾ ബെയറിംഗ് എടുത്തിട്ടുണ്ടാവുക. അതായത് ഇങ്ങോട്ട് തിരിയല്ലോ സാധാരണ ഗതിയിൽ. അപ്പോൾ ഇവിടെ തൊട്ടിട്ടാണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഈസ്റ്റ് ഭാഗത്തേക്ക് 6 ഡിഗ്രി കൂട്ടി ഇവിടെ ഒരു ഈസ്റ്റ് ഡിക്ലിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6 ഡിഗ്രി വരും, ഇവിടെ 5 ഡിഗ്രി വരും. അപ്പോൾ ഇതാണ് ഇതിലെ ഫിഗർ നോക്കിയിട്ട് നമുക്ക് പറയാനുള്ളത്. നോർത്ത് ഡയറക്ഷനിൽ സൂര്യൻ കറക്റ്റ് നിൽക്കുന്നത് 150 ഡിഗ്രി. പക്ഷെ ഇവിടെ 155 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടുന്നാണ് ശരിക്കും എടുക്കാന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ഡിക്ലിനേഷനാണ് വരിക? വെസ്റ്റ് ഡിക്ലിനേഷൻ വരും. മറ്റത് കൂടുതൽ ഇവിടെ 6 ഡിഗ്രി 54ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെച്ചാൽ ഇങ്ങനെയുള്ള ചെരിഞ്ഞ് ഇവിടെ ഇങ്ങനെയുള്ള വരിക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറവ് വരുന്നുണ്ട്, 60 വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഈസ്റ്റ് ഡിക്ലിനേഷൻ 6 ഡിഗ്രി കൂടെ കൂട്ടി വരുമ്പോഴാണ് ഇത് ഇത്രയും വരിക. അപ്പോൾ ഇങ്ങോട്ട് 6 ഡിഗ്രി ഈസ്റ്റ് ഡിക്ലിനേഷൻ, ഈ ഭാഗത്തേക്ക് 5 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇതിലെന്താ പ്രോബ്ലം എന്ന് കുറച്ചൊന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് തന്നെയാണോ ഈ പ്രോബ്ലം? ഓക്കെ, ഇതിലുണ്ടോ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ 155 ഡിഗ്രി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ മേലത്തെ കേസ്. അപ്പം എന്താ ഉണ്ടായിട്ടുണ്ടാവുക? അറ്റ് noon the sun is exactly on the true meridian. noon എന്ന് പറഞ്ഞാൽ കൃത്യം 12 മണി നമ്മൾ പറയുന്ന noon. ആഫ്റ്റർനൂണും ബിഫോർ ഇതല്ലേ പറയാം, ഫോർനൂൺ അല്ലേ പറയാം. അപ്പോൾ കറക്റ്റ് the sun exactly true meridian നിൽക്കേണ്ടത്. Since the magnetic bearing is 155, it is at south pole. അപ്പോൾ സൗത്ത് പോളിൽ, അപ്പോൾ ഇതാ ഇവിടെ സൗത്ത് പോളാണ് നിൽക്കേണ്ടത്. ശരിക്കും ഇത് നിൽക്കേണ്ടത് 180 ഡിഗ്രിയിലാണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 185ആണ്. അപ്പോൾ ഇവിടെ ഒരു വെസ്റ്റ് ഡിക്ലിനേഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 155 മൈനസ് 180, അപ്പോൾ 5 ഡിഗ്രി വെസ്റ്റ് കിട്ടി. ഇനി മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി ലൈൻ 354 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്. ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ട്രൂ നോർത്ത് ഈസ് 354. അപ്പോൾ ഇവിടെ ട്രൂ നോർത്ത് എന്ന് പറഞ്ഞാൽ 354ആണ്. ഇവിടെ ഏതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഉള്ളത്. ഇനി ഈ ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി ട്രൂ നോർത്ത് ഈസ് 354. ട്രൂ നോർത്ത് ഈസ് 354 ഡിഗ്രി. ആൻഡ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 360 മൈനസ് 354. 354 360 ഇങ്ങോട്ട് മൈനസ് 354 360 ഇങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡിക്ലിനേഷൻ നമുക്ക് കിട്ടും. അത് എത്രയായിരിക്കും? 6 ഡിഗ്രി ഈസ്റ്റ് ആയിരിക്കും. ഇതാണ് ഇതിൽ ഉള്ളത്. ഇത്രയാണ് ഇതിലുള്ളത്. ഇനി ഇതേമായിട്ട് ചെറിയ ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഇതിലുണ്ട്. അത് നിങ്ങളൊന്ന് പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക എങ്ങനെ വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഡിക്ലിനേഷൻ. സാധാരണ ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഡിക്ലിനേഷൻ എത്രയാണ്, ഈസ്റ്റ് ഡിക്ലിനേഷൻ വെസ്റ്റ് ഡിക്ലിനേഷൻ ചോദിക്കും. പിന്നെ മാഗ്നറ്റിക് ബിയറിംഗ്, നിങ്ങളതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഈ 2 പോയിന്റുകളാണ്. ഒന്ന് ട്രൂ ബിയറിംഗ് ഓഫ് ലൈൻ ആവും ചോദിക്കുക. 2 മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. അത് എന്താണെന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തണം. പിന്നെ ട്രൂ ബിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഡിക്ലിനേഷൻ മൈനസ് ചെയ്യും,
ഈസ്റ്റ് ഡിക്ലിനേഷൻ ആഡ് ചെയ്യും. പിന്നെ ട്രൂ ആണെങ്കിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മറ്റത് മൈനസ് ചെയ്യും. ഇതിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അതായത് വെസ്റ്റ് ഡിക്ലിനേഷൻ മൈനസ് ചെയ്യേണ്ടതിന് പകരം ഇവിടെ കൂട്ടി കൊടുക്കും, ഈസ്റ്റ് കൂട്ടേണ്ടതിന് പകരം മൈനസ് ചെയ്യും. അപ്പോൾ എന്താണ് ചോദിച്ചതെന്നുള്ളത് ആദ്യം നോക്കി വരച്ച് നോക്കുക, എന്നാലേ നമുക്കൊരു ധാരണ കിട്ടുള്ളൂ. ഇതേമാതിരി ജസ്റ്റ് നിങ്ങൾ ഒരു ഫിഗറിൽ എടുത്തൊന്ന് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതിൽ പിന്നെ നമ്മൾ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഇതിലൊരു ഒറ്റ പോർഷൻ കൂടി ഉണ്ട്, അത് ലോക്കൽ അട്രാക്ഷൻ ആണ്. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതുകൂടി അതിൽ ഒന്ന് രണ്ട് പിന്നെ എന്താ പറയുക പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് അത് തീർന്നാൽ നമ്മളെ കോമ്പസ് എന്നുള്ള ചാപ്റ്റർ തീരും. അപ്പോൾ പുതിയ ക്ലാസ് പിന്നെ നമുക്ക് പുതിയ ക്ലാസ് അടുത്തത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരെ എല്ലാവർക്കും നന്ദി.